കാര്യം പറഞ്ഞായിരുന്നു, എല്ലാം പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെ പോയി റിട്ടേൺ കംപ്ലൈന്റുമായിട്ട് ഞാൻ പോയി കണ്ടു. പക്ഷെ എനിക്കിവിടെ വീട്ടിൽ അച്ഛനില്ല, എനിക്കൊരു ബ്രദറോ സിസ്റ്ററോ ഇല്ല. ഞാൻ വിചാരിച്ചു ഈ കാര്യം നടന്നിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ടി ബാലകൃഷ്ണനാണ്. അവർക്കെല്ലാവർക്കും ഈ കാര്യം വർഷങ്ങളായിട്ട് അറിയാം. വർഷങ്ങളായിട്ട് 10-16 വർഷമായിട്ട് ഈ ഫിസിക്കൽ അബ്യൂസ് നടക്കുകയാണ്. എല്ലാ പ്രാവശ്യവും നടക്കുന്നത് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ്, ഇതേപോലത്തെ ഒരു വേറെ സ്ത്രീകളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റി ചോദിക്കുമ്പോഴാണ് ഈ പീഡനം നടക്കുന്നത്. അത് എല്ലാവർക്കും അറിയാം. ആ വീട്ടില് അന്നും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ടി ബാലകൃഷ്ണനും ബിന്ദു ബാലകൃഷ്ണനുമാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ CMന്റെ അടുത്ത് പോയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു, എനിക്കോ അച്ഛനില്ല, എനിക്ക് ആരുമില്ല എനിക്ക് വേണ്ടി സംസാരിക്കാൻ. അപ്പൊ CMന്റെ അടുത്ത് കംപ്ലൈന്റ് പോയപ്പോ അദ്ദേഹം പറഞ്ഞു, ഒരു ചാൻസ് തരണം, ഞങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്തോട്ടെ, ഇതിനു വേണ്ടി എന്തെങ്കിലും ഒരു പോം വഴി കാണും, അത് ശരിയാക്കി തരാം. ആ ഒരു ഉറപ്പിൽ മാത്രമാണ് ഞാൻ ഇത്രയും നാളും മുന്നോട്ട് വരാതിരുന്നത്. CM പറഞ്ഞു, നമുക്ക് എന്താന്ന് വെച്ചാൽ പരിഹാരം കാണാം. ഞാൻ എന്റെ ഒരു അച്ഛന്റെ സ്ഥാനത്തിലാണ് CMനെ കണ്ടിരുന്നത്. എന്നിട്ട് അദ്ദേഹവും കൂടെ ചേർന്നാണ് എന്നെ ഇപ്പം ചീറ്റ് ചെയ്തിരിക്കുന്നത്. അന്നത്തെ കോപ്പി എന്റെ കയ്യിലുണ്ട്, അന്ന് ഞാൻ കൊണ്ടുപോയ എന്റെ കോപ്പി. അന്ന് നടന്ന കാര്യങ്ങളെല്ലാം PC ജോർജ് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് നടന്നത്. അന്ന് 22-ാം തീയതി അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ടാണ് ആ സ്ത്രീയുടെ ഹസ്ബൻഡ് ഇവിടെ വന്നത്. 6 മണിക്ക് അപ്പോയിന്റ്മെന്റ് കൊടുത്തിരിക്കുകയായിരുന്നു. എന്നിട്ടാണ് ഇവിടെ വീട്ടിൽ വന്നത്. വീട്ടിൽ വന്ന് എന്റെ അടുത്ത് കുറച്ചു നേരം സംസാരിച്ചു. ഞാൻ അന്തം വിട്ടുപോയി അയാൾ പറയണ കാര്യങ്ങൾ കേട്ടിട്ട്. അത് കഴിഞ്ഞ് അയാൾ ഓഫീസ് റൂമിനകത്ത് എന്തോന്നോ സംസാരിക്കാൻ വേണ്ടി പോയി. കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഈ കാര്യങ്ങളെല്ലാം പച്ചയ്ക്ക് എല്ലാം ഓപ്പൺ ആയിട്ട് പറഞ്ഞു. എങ്ങനെയാണ് അവിടെ പോയത്, കാറിൽ പോയത്, എങ്ങനെയാണ് അവരെ പിക്കപ്പ് ചെയ്തത്, എവിടെയാണ് കൊണ്ടുപോയത്, എന്താ നടന്നത്, എല്ലാം പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് നേരെ എന്റെ ഹസ്ബൻഡ് നേരെ മിനിസ്റ്റർ എന്ന് പറയുന്ന ആള് അയാളുടെ കാലിലോട്ട് വീണ് മാപ്പ് ക്ഷമിക്കണം, തെറ്റുപറ്റിപ്പോയി. നിമിഷം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ ജീവിതം തകർന്നു വീണു. അന്ന് എന്റെ ഫ്രണ്ട്, എന്റെ കുട്ടന്റെ ക്ലാസ്മേറ്റിന്റെ അമ്മ, എനിക്ക് അതിനപ്പുറം കാണാൻ പറ്റിയില്ല. ഞാൻ അങ്ങ് പോയി. അത് കഴിഞ്ഞതിന് ശേഷം എന്താ നടന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ തിരിച്ചു വരുമ്പോ ഞാൻ അപ്പോഴത്തേക്ക് ഭയങ്കര കരച്ചിലായി. ഞാൻ തിരിച്ച് ഓഫീസ് റൂമിലോട്ട് വരുമ്പോ അയാൾ പോയി കഴിഞ്ഞു. അയാൾ ഇവിടെ ഗൺമാൻ ഇവരെല്ലാരും നിപ്പുണ്ട്. അപ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത്. അയാൾ പോയി കഴിഞ്ഞു. ഞാൻ അകത്ത് ഓഫീസ് റൂമിൽ കയറി എന്താ ഈ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇതിന്റെ മുഴുവൻ ദേഷ്യം എന്റെ പുറത്ത് ഇറക്കിയ. പിന്നെ എനിക്ക് അറിഞ്ഞൂടെ എന്നെ കതവ് കുറ്റിയിട്ടു ഓഫീസ് റൂമില്. എന്നിട്ട് അതിനകത്ത് അങ്ങ് ആടി ചാവട്ട് ബഹളം. എന്റെ തല എവിടെയോ പേടിച്ച് ഇവിടെ മുഴുവൻ മുഴച്ചിരുന്നു. എന്റെ കൈ ഡിസ്ലൊക്കേറ്റഡ് ആയി. എന്റെ കാലില് ഫ്രാക്ചർ വന്നു. എന്റെ മൂക്കിന്റെ ഇവിടെയൊക്കെ തട്ടി. എനിക്ക് ഒരു പിടിയില്ല. എന്തൊക്കെ ചെയ്തു, എവിടെയൊക്കെ കൊണ്ടെന്നെ ഇടിച്ചു. ഞാൻ വിളിച്ചു കൂവി അകത്തിരുന്നുണ്ട്. സഹായിക്കണം ഹെൽപ്പിനും ഒക്കെ ഞാൻ വിളിച്ചു കൂവി അതിനകത്തുനിന്ന്. അത് കേട്ടപ്പോഴാണ് പെട്ടെന്ന് ഓഫീസ് റൂം അങ്ങ് തുറന്നു വെളിയിലോട്ട് ഇറങ്ങി. എന്റെ മോനുണ്ടായിരുന്നു ആ സമയത്ത് വീട്ടില്, മൂത്തയാളുണ്ടായിരുന്നു. ഇറങ്ങിയിട്ട് എറണാകുളത്ത് ഷൂട്ടിങ്ങിന് പോവാണെന്ന് പറഞ്ഞുകൊണ്ട് പോയി. ഇത്രയാണ് അന്ന് നടന്നത്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും ഞാൻ കംപ്ലൈന്റും കൊണ്ടുപോയപ്പോൾ ഞാൻ വിചാരിച്ചു CM എന്റെ കൂടെ നിൽക്കും.
CM ഈ സ്റ്റേറ്റിലെ ഒരു റെസ്പോൺസിബിൾ ഒരാളാണ്. അദ്ദേഹം പറയണത് ഞാൻ കേൾക്കണം. അതുകൊണ്ടാണ് ഒരു ഡിസ്കഷൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞത്. എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്ന വെച്ചാൽ ഇവരുടെ ഭാവി എനിക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇനി എന്റെ പിള്ളേരുടെ ഭാവി അത് മാത്രമേ ഉള്ളൂ എനിക്കിനി മുന്നിലുള്ളത്. അതുകൊണ്ട് അത് ഇമ്പോർട്ടന്റ്, ഞങ്ങളൊരു സെറ്റിൽമെന്റ് ആക്കി തരാമെന്ന് പറഞ്ഞു ഒരു എഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്തു. എഗ്രിമെന്റ് സൈൻ ചെയ്തത് ഇത് മുഴുവൻ നടന്നത് മീഡിയേറ്റേഴ്സിന്റെ മുമ്പിലാണ്. മീഡിയേറ്റേഴ്സ് ആണ് ഇത് മുഴുവൻ ഡിസ്കഷൻ, ഇത്രയും ദിവസം നീണ്ട ഡിസ്കഷൻ നടക്കുന്നത്. CM പറഞ്ഞിട്ട് ഷിബു ബേബി ജോൺ അദ്ദേഹവും പിന്നെ T ബാലകൃഷ്ണനും ജയപ്രകാശും ഇവർ 3 പേരുമാണ് മീഡിയേറ്റ് ചെയ്തത്. കുറെ ഡിസ്കഷൻസ് എല്ലാം നടന്ന് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഒരു എഗ്രിമെന്റും സൈൻ ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട സമയത്തിന് വേണ്ടിയായിരുന്നു വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പം അതെല്ലാം മറികടന്ന് എന്നെ അങ്ങ് കംപ്ലീറ്റ്ലി ചീറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും ചേർന്ന്. എനിക്ക് ഈ ഉറപ്പ് തന്നെ CM വരെ എന്നെ ചീറ്റ് ചെയ്തിരിക്കുകയാണ്. ഷിബു ബേബി ജോൺ എല്ലാവരും എന്നെ ചീറ്റ് ചെയ്തിരിക്കുകയാണ്. എന്റെ അടുത്ത് എന്തൊക്കെ പറഞ്ഞു, ഞാൻ അതിനു വേണ്ടി ഇന്ന് വരെ ഞാൻ ആരുടെങ്കിലും മുമ്പേ വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഒരു വാക്ക് എന്റെ സൈഡിൽ നിന്ന് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അദ്ദേഹത്തിന് നിയമസഭയിൽ ഒരു ലെറ്റർ വേണം, മറ്റേ അന്നത്തെ LDFന്റെ ചോദ്യം വരും എന്ന് പറഞ്ഞിട്ട് അതുവരെ ഞാൻ അന്ന് രാവിലെ ഉടനെ ആക്കി എടുത്തു കൊടുത്തു. അത് വായിച്ച എല്ലാവർക്കും അറിയാം. ഞാൻ പേഴ്സണൽ ഗ്രീവൻസസ് എന്റെ പറഞ്ഞിട്ടുണ്ട്. ഐ ഹാവ് നോട്ട് ഹാൻഡഡ് ഓവർ ദ ലെറ്റർ. അതിന്റെ അർത്ഥം എന്റെ റിട്ടേൺ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, ഞാൻ കൊടുത്തില്ല. CM എന്റെ അടുത്ത് പറഞ്ഞു വേണ്ട, ഞങ്ങൾ പരിഹരിക്കാം, എല്ലാം ചെയ്തു തരാം, ഒരു സെറ്റിൽമെന്റ് ആക്കി തരാം. ഇങ്ങനെ ഒരാൾ പറയുമ്പോൾ ഞാൻ വിശ്വസിച്ചു പോയി. ഞാൻ ഒട്ടും വിചാരിച്ചില്ല എന്നെ CM-ഉം കൂടെ ചേർന്ന് ഇങ്ങനെ ചീറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതെ, ഞാൻ കംപ്ലൈന്റുമായിട്ട് തന്നെയാ പോയത്. പെറ്റീഷൻ അത് തന്നെയാണ്, ഡൊമസ്റ്റിക് വയലൻസ് തന്നെയാണ്. എന്റെ അടുത്ത് ഞാനെടുത്ത് കൊടുത്തു. മുഴുവൻ വായിക്കാനുള്ള സന്മനസ്സൊന്നും കാണിച്ചില്ല. ഇപ്പൊ വേണ്ട, ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഒരു ഞാൻ സംസാരിക്കുന്ന ഒരു വെറുതെ ഒരാളുടെ അടുത്തല്ലല്ലോ. CM ആണ് എന്റെ അടുത്ത് ആദ്യമായിട്ട് പോകുമ്പോൾ പറയണത് ഒരു ഡിസ്കഷൻ, എനിക്കൊരു ചാൻസ് തരൂ, ഞാൻ ഇതിനൊരു അമിക്കബിൾ ആയിട്ട് സെറ്റിൽ ചെയ്ത് തരാം എന്ന് പറഞ്ഞതാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒന്നും നടന്നിട്ടില്ല. അതിന് പകരം വാദി പ്രതിയായി മാറിയിരിക്കുക. ഞാനാ ഇപ്പൊ അസോൾട്ട് ചെയ്തെന്ന് വന്നിരിക്കുന്നത്. അത് ഞാൻ തരാം, അതെന്റെ കോപ്പി ഞാൻ പിന്നെ തരാം. എല്ലാം അത് തരുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിനകത്ത് എല്ലാം ഈ കുട്ടികളുടെ ഭാവിയുടെ എഡ്യൂക്കേഷന്റെ വെൽഫെയറുടെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. മെയിൻലി അതിന്റെ കാര്യങ്ങളാണ്. അത് പല പ്രാവശ്യം മീഡിയേറ്റേഴ്സ് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഒരു അമിക്കബിൾ ആയിട്ടുള്ള ഒരു സെറ്റിൽമെന്റിലോട്ട് എത്തിയതാണ്. എന്നിട്ട് അന്നാണ് സൈൻ ചെയ്തത്. അങ്ങനത്തെ ഒരു കാര്യവും നടന്നിട്ടില്ല. ഇന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തെറ്റാ. എന്റെ ഒരു പൂർവ്വ ഹിസ്റ്ററി തന്നെ പറഞ്ഞിരിക്കുന്ന കംപ്ലീറ്റ്ലി തെറ്റാ. തിരിച്ചാണ് എനിക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു 10-16 വർഷമായിട്ട് ഈ ഡൊമസ്റ്റിക് വയലൻസ് ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുക. എനിക്കറിഞ്ഞൂടാ. അതെ, വേർഡിങ്സ് ഞാൻ എഴുതിയ ആ വേർഡിങ്സിൽ ക്ലിയർ ആണ് കാര്യങ്ങൾ. ഞാൻ എന്റെ പേഴ്സണൽ ഗ്രീവൻസ് ഞാൻ പറഞ്ഞിരുന്നു, അത് കറക്റ്റാണ്. ഞാൻ 23-ാം തീയതി തന്നെ പറഞ്ഞിരുന്നു. ഞാൻ ഹാൻഡ് ഓവർ ചെയ്തില്ല, അതും കറക്റ്റാണ്. എന്റെ അടുത്ത് കയ്യിലുണ്ടായിരുന്നു, ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാത്തത്. CM പറഞ്ഞു എന്റെ അടുത്ത് വേണ്ട. അതെ, അതാണ് ഞാൻ പറയണത്. അത്രയ്ക്ക് ഞാൻ വിശ്വസിച്ചു. വിശ്വസിച്ച് അവർക്കൊരു ആവശ്യം വന്നപ്പോൾ ഞാൻ എഗ്രിമെന്റും കഴിഞ്ഞിരിക്കുന്ന ദിവസം ആയതുകൊണ്ട് ഞാൻ അത് കൊടുത്തു. അതെ, അതാണ് ഞാനിപ്പോ മനസ്സിലാക്കുന്നത്. ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടില്ല. ഞാൻ ഇന്ന് ഷോക്ക്ഡായിപ്പോയി ഞാൻ ഇതെല്ലാം കണ്ടപ്പോ. എന്ന് വെച്ചാൽ എഗ്രിമെന്റ് പറഞ്ഞതനുസരിച്ച് മെനിഞ്ഞാന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ഇന്നലെയും CM-ന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അത് അമിക്കബിളി സെറ്റിൽ ചെയ്യാം, ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞങ്ങൾ സംസാരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇങ്ങനത്തെ ഒരു കാര്യം അച്ഛൻ എന്റെ കൂടെ നിൽപ്പുണ്ടായിരുന്നു എല്ലാത്തിനും. അച്ഛനാണ് എന്റെ അടുത്ത് പറഞ്ഞത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളത്. അച്ഛൻ കൂടെ ഉണ്ട്. അല്ല, 16 വർഷമായിട്ട് ഡൊമസ്റ്റിക് വയലൻസ് സഫർ ചെയ്യുന്ന ഒരാള്, ഒരു മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ മരുമകളും കൂടെയാണ്. അദ്ദേഹത്തിന്റെ നിലപാട് എന്തായിരുന്നു ഇത്രയും വർഷം? അച്ഛൻ ഒട്ടും സപ്പോർട്ടീവ് ആയിരുന്നില്ല. ഇതും കൂടെ ഒരു കാരണമാണല്ലോ. അച്ഛൻ പറഞ്ഞാൽ കേൾക്കില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം.
അച്ഛൻ ഒരു വിവരം ഈ നടന്ന സംഭവങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ വേറെ കാര്യം, ഈ സ്ത്രീയുടെ ഭർത്താവ് വന്ന് കാലിൽ വീഴുന്ന കണ്ടെന്നാണ് ആ ആള് മന്ത്രിയെ മർദ്ദിക്കുന്നതായിട്ട് എന്തെങ്കിലും അറിയാം? ഞാൻ ആ കാലിൽ വീണതിന് ശേഷം ഞാനങ്ങ് പോയി. എനിക്കിനി അതിനപ്പുറം കാണാൻ പറ്റില്ല. മുഖ്യമന്ത്രി വേറൊരു കാര്യം കൂടെ അന്ന് നിയമസഭയിൽ പറഞ്ഞാൽ, ഈ ലെറ്ററിന്റെ കാര്യം എങ്ങനെയാണ് ഇത് വെളിയിൽ വന്നത് എന്ന് ഡോക്ടർ ചോദിച്ചു എന്ന് ആണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതായത് ഒരു ലെറ്റർ കൊടുത്തില്ല, അതല്ല ആ ലൈൻ, ആ ലെറ്റർ അല്ല, the official complaint which you did not give. So you, it seems, asked the chief minister, how did this letter come surface out? How did this news come out? Yeah, it seems the chief minister. ലെറ്റർ ഞാൻ കൊണ്ടുപോവാണ് കയ്യില്. ന്യൂസ് ആണ്, പേപ്പറിലല്ലേ ന്യൂസ് വരുന്നത് ആദ്യം. അപ്പൊ എനിക്കറിയാലോ ആ ന്യൂസ് എന്തുവാണെന്ന്. അല്ല, ഈ ലെറ്ററിന്റെ കാര്യം എങ്ങനെയാണ് വെളിയിൽ വന്ന്? ഇറ്റ് സീംസ് യു ആസ്ക്ഡ് ദി ചീഫ് മിനിസ്റ്റർ. ലെറ്റർ അല്ല, ഈ ന്യൂസ് എങ്ങനെ വന്നു എന്നുള്ളതാണ്. ഞാൻ അല്ലാതെ എനിക്ക് അറിയില്ലല്ലോ. ലെറ്റർ ഞാൻ അപ്പോഴും ആക്കിയിട്ടില്ല. അപ്പൊ ആ സമയത്ത് അത് എന്ത് വേണമെങ്കിലും പറയാം. ബിക്കോസ് ഞാനിപ്പം ഇത് മുഴുവൻ ചെയ്തത് ആർക്ക് വേണ്ടിയാ? ഞാൻ ഇത്രയും നാള് തന്നെ ഇത് സഹിച്ചിരുന്ന ആർക്ക് വേണ്ടിയാ? കുട്ടൻ പറയട്ടെ, എന്റെ മക്കള് പറയട്ടെ, ഞാൻ ഇത്രയും 16 വർഷം ഇത് സഹിച്ചിവിടെ കിടന്നത് ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടിയാണോ? എനിക്ക് എപ്പോഴേ വിട്ടിട്ട് പോവായിരുന്നു. ഞാൻ എന്തുകൊണ്ട് ചെയ്തില്ല? എനിക്ക് എന്റെ കുട്ടികൾക്ക് ഒരു ഫുൾ ഫാമിലി വേണം, ഒരു അച്ഛൻ വേണം. ഇവർ ആൺകുട്ടികളാണ്. അത് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ സഹിച്ച് മുന്നോട്ട് പോയത്. ഇവരുടെ അടുത്ത് മുമ്പിൽ കാണിക്കാൻ പറ്റുമോ എനിക്ക് എന്നും എന്നെ അടിക്കുകയാണ് നിങ്ങളുടെ അച്ഛന്ന്? അതിന്റെ കാരണം കൂടെ പറഞ്ഞു കൊടുക്കേണ്ടി വരില്ലേ? എന്താ കാരണം? എന്തുകൊണ്ട് എന്നെ അടിക്കുന്നത്? എന്താ കാരണം? എങ്ങനെ ഞാൻ പറയും? ഈ കുട്ടിയെടുത്ത് 10ാം ക്ലാസ് പരീക്ഷയായിരുന്നു. എന്റെ ഏറ്റവും വലിയ കൺസേൺ ആ സമയത്ത് കുട്ടന്റെ 10ാം ക്ലാസ് പരീക്ഷയാണ്. 14ാം തീയതി വരെ, മാർച്ച് 14 വരെ ആ കുട്ടി ബോർഡ് എഴുതിയിട്ടിരിക്കുക. ഇതിന്റെ ഇടയിൽ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കുമോ? എനിക്ക് ആ കുട്ടിയുടെ പഠിത്തമല്ലേ ഇമ്പോർട്ടന്റ്. ഞാൻ ഒരിക്കലും, അതുകൊണ്ട് ഞാൻ മാക്സിമം മിണ്ടാതെ ഇരിക്കാം. ഈ കുട്ടിയുടെ പരീക്ഷ കഴിയട്ടെ എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നുള്ളൂ. അതിനിടയ്ക്കാണ് ഈ പേപ്പർ ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത്. എനിക്ക് ഏറ്റവും വലിയ വിഷമം എന്നായിരുന്നത് എന്റെ കുട്ടന്റെ പരീക്ഷയാണ്. ആ കുട്ടിയുടെ പരീക്ഷ കുളമായി. ഞാൻ പെറ്റീഷനുമായിട്ട് മുന്നോട്ട് പോകും. എന്നുവെച്ചാൽ ഇനിയിപ്പം നമ്മുടെ എഗ്രിമെന്റ് പോലും വയലേറ്റ് ചെയ്തിരിക്കുകയാണ്. ടോട്ടൽ ചീറ്റിംഗ് ആണ്. എനിക്ക് എന്റെ ഹസ്ബൻഡിൽ നിന്ന് മാത്രം ചീറ്റിംഗ് അല്ല, എന്റെ ഫ്രണ്ടിൽ നിന്നുമുള്ള ചീറ്റിംഗും ഉണ്ട്. ഇപ്പം ഞാൻ ആകെ ചെയ്ത തെറ്റ്, ഞാൻ CMനെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. ഞാൻ വിചാരിച്ചു അദ്ദേഹം എന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ആ ഒരു രീതിയിൽ എന്റെ അടുത്ത് പെരുമാറിയ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്റെ ഒരു കാര്യം പോസിറ്റീവായിട്ട് എനിക്കൊന്ന് ശരിയാക്കി തരും. എന്നെയും കൂടെ ആലോചിച്ചുകൊണ്ടായിരിക്കണം അദ്ദേഹം ഇതൊക്കെ പറഞ്ഞതെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ എനിക്കിപ്പോ ടോട്ടലി ചീറ്റഡ് ആണ്. ടോട്ടലി ചീറ്റഡ്. എനിക്ക് അതിന്റെ നിയമവശം അറിഞ്ഞൂടാ. അത് ഞാൻ എന്താന്ന് വെച്ചാൽ നോക്കി. എന്തായിരുന്നാലും ഡിഫമേഷൻ ഉണ്ടല്ലോ. അതെ. അല്ല, എന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ എനിക്ക് എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ വീട്ടില് പല ട്രാജഡീസും കഴിഞ്ഞിട്ടാണ് എന്റെ കല്യാണം. എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരാഴ്ചക്കകം വീട്ടിൽ തിരിച്ചെത്തിയത്. എന്റെ അച്ഛൻ മാത്രം ഉണ്ടായിരുന്ന മതിയായിരുന്നു. എന്റെ അമ്മ തനിച്ചോ. ഞാൻ അതുകൊണ്ട് മാക്സിമം ഉള്ളിലൊതുക്കും. ഞാൻ അമ്മയുടെ മുമ്പിൽ കാണിക്കില്ല. പക്ഷെ എന്റെ ഹസ്ബൻഡ് വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവർക്കറിയാലോ, അവരെന്തെങ്കിലും എനിക്ക് ചെയ്തു തരും. എന്നോട് കാണിക്കുന്ന ഈ അന്യായം അവര് day 1 തൊട്ട് കാണുകയാണ്.
ഇതൊരു പുതിയ കാര്യമേ അല്ല, ഇതെല്ലാവരും കണ്ടിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞ എന്റെ ഹോൾ ലൈഫ് ഞാൻ എല്ലാരെയും കൊണ്ട് ചീറ്റിടാം. എല്ലാവരും എന്നെ ഓരോ വിധത്തിലും ചീറ്റ് ചെയ്തോണ്ടിരിക്കുക. എനിക്കതന്ന് ഷോക്കാ. എനിക്കത് അറിയുന്ന ദിവസം എനിക്കത് ഭയങ്കര ഷോക്കാ. എന്നുവെച്ചാൽ എന്റെയും കൂടെ ഫ്രണ്ടാണ്. എനിക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ മോന്റെ ക്ലാസ്മേറ്റിന്റെ അമ്മയാണ്. അപ്പൊ ഒന്ന് ആ കുട്ടികളുടെ ഫേസിൽ എങ്ങനെ നോക്കൂ ഇനി? അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ ആ കുട്ടിയെ ഫേസ് ചെയ്യും? എനിക്കതൊന്നും ആലോചിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു കേസൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞ കാര്യങ്ങൾ പിന്നെയല്ലേ മനസ്സിലാവണം. ഞാനൊരു കംപ്ലൈന്റും കൊണ്ടുപോയി. ഇത് എടുക്കാമോ എടുക്കാൻ പാടില്ല, ഇതൊന്നും എനിക്ക് വേണ്ടിയാണ്. ഇങ്ങനെ ഒരു കാര്യം നടന്നു. ഇനി എനിക്ക് വയ്യ. 10-16 വർഷമായി ഞാൻ ഒളിച്ചു വെച്ച് എനിക്ക് മതിയായി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് ഒളിച്ചു വെക്കാൻ വയ്യ. ഇനി എനിക്ക് തോന്നിയത് എന്റെ പിള്ളേരെ ഈ ഒരു ഇൻഫ്ലുവൻസിൽ നിന്ന് മാറ്റി അകറ്റി വളർത്തുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇനി എനിക്ക് വേണ്ട, ഈ റിലേഷൻഷിപ്പ് വേണ്ട, എനിക്ക് കംപ്ലൈന്റ് കൊടുക്കാം എന്നാണ് പറഞ്ഞുകൊണ്ട് പോയത്. പക്ഷെ അദ്ദേഹം എന്റെ അടുത്ത് ഇങ്ങനെ ഒരു പ്രാവശ്യം പറയുമ്പം, ആദ്യത്തെ പ്രാവശ്യം ഞാൻ CM-നെ കാണാൻ പോകുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു റിക്വസ്റ്റ് പറയുമ്പം അത് ഞാൻ മാനിക്കണം. അതിന് ഞാൻ അപ്പൊ തന്നെ എനിക്ക് ഇന്ന് തന്നെ കൊടുക്കണം എന്ന് പറയാൻ പാടില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ വിശ്വസിച്ചു. സത്യം പറഞ്ഞ ഇന്നലെ രാത്രി സംസാരിക്കുന്നത് വരെ വിശ്വസിച്ചു. അതെനിക്കറിയില്ല. ഞാനിനി അഡ്വക്കേറ്റ്സുമായിട്ട് ചോദിച്ചിട്ട് എനിക്ക് എന്റെ ലീഗൽ ഇതൊന്നും അറിഞ്ഞൂടാ. അതൊക്കെ നോക്കണം, എനിക്ക് ചോദിക്കണം. എനിക്കും എന്റെ അടുത്തും പടങ്ങളും ഫോട്ടോഗ്രാഫ്സും എല്ലാം ഉണ്ട്. ഞാൻ CD ആയിട്ട് മുഖ്യമന്ത്രിക്ക് അന്ന് കംപ്ലൈന്റുമായിട്ട് പോയപ്പം CD-യും കൂടെയാണ് കൊണ്ടുപോയത്. അതും കൂടെ കൊണ്ടാണ് കാണിച്ചു കൊടുത്തത്. അത് എന്റെ മോനാണ് അതെല്ലാം എനിക്ക് എടുത്തു തന്നത്. ദൃശ്യങ്ങൾ കണ്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്റെ പാക്കറ്റാണ് ഫുൾ എല്ലാം തിരിച്ചു തന്നു. വാങ്ങിച്ചതേ ഇല്ല. ഞാൻ എല്ലാം പറഞ്ഞു, എല്ലാം ഓർലി കേട്ടു. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് എന്റെ അടുത്ത് അന്ന് പറഞ്ഞത്. അപ്പൊ അത് കേട്ട്, പക്ഷെ റിട്ടേൺ വാങ്ങിച്ചില്ല എന്റെ കയ്യിൽ നിന്ന്. റിട്ടേൺ ഇതിരിക്കട്ടെ, ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തോട്ടെ, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. T. ബാലകൃഷ്ണൻ അടുത്ത് സംസാരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ആൾക്കാരാണ് മീഡിയേറ്റ് ചെയ്തത്, ഇത്രയും നാളും മീഡിയേറ്റ് ചെയ്തത്. ഈവൻ ഇന്നലെ പോലും ഡിസ്കഷൻ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ മീഡിയേറ്റേഴ്സ് എല്ലാം മീറ്റ് ചെയ്ത് ഇതിനു വേണ്ടി എങ്ങനെയെങ്കിലും ഒരു സെറ്റിൽമെന്റ് ഒന്ന് ആക്കാൻ വേണ്ടി ചെയ്തിരുന്നു. ഇത്രയും ദിവസം നടക്കുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ നിന്ന് എന്താണ് പ്രതീക്ഷിച്ചത്? You said he has cheated you. So what was that you were expecting from the ആ സെറ്റിൽമെന്റ് എഗ്രിമെന്റിന് നമ്മൾ എഗ്രി ചെയ്ത് സൈൻ ചെയ്ത സാധനം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കും എന്നാണ്. ഞാൻ അല്ല കേസിന് പോയത്, വയലേറ്റ് ചെയ്തിരിക്കുന്ന അദ്ദേഹമാണ്. എനിക്കറിഞ്ഞൂടാ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ കേസിന് പോയതെന്ന് എനിക്കറിഞ്ഞൂടാ. മെനിഞ്ഞാന്നായിരുന്നു ഇതിന്റെ ഒരു സെറ്റിൽമെന്റ് നടക്കേണ്ടത്. ഇന്നലെ 31 മാർച്ച് കൊണ്ട് ഇതിന്റെ ഈ ഫസ്റ്റ് ഫേസ് ഓഫ് ദ സെറ്റിൽമെന്റ് കഴിയും. അടുത്തത് 6 months മ്യൂച്വൽ ഡിവോഴ്സിന് കൊടുക്കേണ്ട 6 months ടൈം പീരീഡ് ഉണ്ടല്ലോ. ആ 6 monthsന് മുമ്പ് അടുത്ത ഒരു ഫേസും കൂടെ കഴിഞ്ഞിട്ട് രണ്ടും മ്യൂച്വൽ ഡിവോഴ്സിന് സെക്കൻഡ് ഇതും കൂടെ കൊടുത്തിട്ട് തീരും. ഇത് ആ സെറ്റിൽമെന്റിൽ അങ്ങ് തീരും. ആ സെറ്റിൽമെന്റിൽ ഒരു ഞാൻ അതുവരെ ഒരു പെറ്റീഷനോ റിട്ടേൺ കംപ്ലൈന്റോ കൊടുക്കാൻ പാടില്ല. അതിനു വേണ്ടിയുള്ള സെറ്റിൽമെന്റ് ആയിരുന്നു. ഞാനത് മാനിച്ചു. പക്ഷെ തിരിച്ചിങ്ങോട്ട് ഇങ്ങനെ മാനിക്കില്ല എന്നും ഈ എഗ്രിമെന്റ് എഴുതിയത് വെറുതെ ആയിരുന്നു, അത് വയലേറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിന്റെ തന്നെ ഈ സെറ്റിൽ കഴിഞ്ഞു, ഡെഡ് ലൈൻ ആയി സർ. ഇനി എനിക്ക് എന്നാ പിന്നെ അടുത്ത സ്റ്റെപ്പിലോട്ട് മൂവ് ചെയ്യണ്ടേ സർ, ഇത് ഡെഡ് ലൈൻ ആയില്ലേ എന്നുള്ളതായിരുന്നു എന്റെ സാറുമായിട്ടുള്ള.
ആഴ്ച 30-ാം തീയതി മുൻപ് തന്നെ ഈ വീടിന്റെ ഇലക്ട്രിസിറ്റി ബില്ലും വാട്ടർ ബില്ലും എല്ലാം ഡോക്ടറുടെ പേരിലേക്ക് മാറ്റുകയും 75 ലക്ഷം രൂപ റെഡിയാക്കി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്തു എന്നാണ് മന്ത്രി എനിക്കറിഞ്ഞൂടാ. എന്നിട്ട് 30-ാം തീയതി വൈകുന്നേരം വരെ എനിക്കറിഞ്ഞൂടാ. ഇങ്ങനത്തെ ഒരു കാര്യമേ എനിക്കോ എന്റെ അഡ്വക്കേറ്റ്സിനോ നമ്മുടെ ഈ ഫുൾ സെറ്റിൽമെന്റിൽ ഇരുന്ന മീഡിയേറ്റേഴ്സിനോ ഒരാൾക്കും ഈ കാര്യം അറിഞ്ഞൂടാ. ഇത് പറയാനുണ്ടെങ്കിൽ നമുക്കറിഞ്ഞൂടാ. ഇന്ന് വരെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ഈ കാര്യം. പിന്നെ ഞാൻ എന്തിനാ ഇന്നലെ സാറിന്റെ അടുത്ത് പിന്നെയും വിളിച്ച് സാർ ഡെഡ് ലൈൻ ആയി ഒന്നും ആയിട്ടില്ല എന്ന് ഞാൻ എന്തിനു പറയണം? ഇതായി കഴിഞ്ഞെങ്കിൽ മുഖ്യമന്ത്രിയോട് ഇത്തരത്തിൽ വാക്കാൽ ഒരു പരാതി കൊടുത്താൽ തന്നെ പ്രത്യേകിച്ച് ഗാർഹിക പീഡനം അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞൊരു പരാതി വാക്കാൽ കൊടുക്കുമ്പോൾ തന്നെ അതിന്റെ പേരിൽ കേസെടുക്കേണ്ടതാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മുഖ്യമന്ത്രി ചെയ്തില്ല. എന്ത് തോന്നുന്നു? എനിക്കിപ്പം എന്ത് തോന്നാന്? എനിക്കിപ്പം ഞാൻ ഈ കുറച്ച് മാന്യത കാണിച്ചത് കുഴപ്പമായി പോയോന്ന് എനിക്കിപ്പോ തോന്നുന്നു. നേരത്തെ തുറന്നു പറയാമായിരുന്നു. അതെ, എനിക്കിപ്പോ അത് തന്നെയാ തോന്നുന്നത്. ഞാൻ എന്തുകൊണ്ട് ഇവരെല്ലാരെയും വിശ്വസിച്ചു എന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഞാൻ അല്ലെങ്കിലേ ചീറ്റിങ്ങിന്റെ കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് തന്നെ. എന്റെ കംപ്ലൈന്റ് തന്നെ അതാ. എന്നിട്ടിപ്പം എന്റെ കൂടെ നടന്ന എത്രയും നാളെ എന്നെ കൊണ്ട് എന്ന് പറഞ്ഞ് എനിക്കൊരു വിശ്വാസം തന്ന ആൾക്കാർ പോലും ഇന്ന് എന്നെ ചീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ പിന്നെ എനിക്കിനി എന്ത് തോന്നാണ്? ഞാനിത് എഗ്രിമെന്റ് അല്ല, എന്റെ പെറ്റീഷൻ, അന്നത്തെ പെറ്റീഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിനി CM-നും കൊടുക്കുന്നുണ്ട് പെറ്റീഷൻ. തരാം. അതെ, ഇന്ന് കൊടുക്കും. അതേ പെറ്റീഷനും ഇപ്പോഴത്തെ ഒരു വയലേഷനും എല്ലാം കൂടെ ചേർത്ത് ഇനി കൊടുക്കും. എന്നുവെച്ചാൽ അതെ, ഇന്ന് ഞാൻ സംസാരിച്ചിട്ടില്ല. ഇനി ഞാൻ ആ പ്രോപ്പർ രീതിയിൽ പോകും. CM-ന് മാത്രമല്ലല്ലോ പോണത് പെറ്റീഷൻ. ഇനി പോലീസ് സ്റ്റേഷനിലും പോവും, ഫിനാൻസ് കമ്മീഷനിലും പോവും, എല്ലാ സ്ഥലത്തും പോവും. എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. അച്ഛൻ എൻ്റെ അടുത്ത് എൻ്റെ പേഴ്സണൽ ലെവലിലാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത്. ബാക്കി അജണ്ട ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. എനിക്കിത് ടോട്ടലി ഒരു പേഴ്സണൽ കാര്യമാണ്. ഇങ്ങനെ ഒരു മന്ത്രി കേരളത്തിന് ആവശ്യമാണ്. ആവശ്യമുണ്ടോ? നിങ്ങളാണ് ആൻസർ ചെയ്യേണ്ടത്. ആവശ്യമുണ്ടോ? ചാരിറ്റി begins at home. No, so you are the right person to say. ഇങ്ങനെ ഒരു മന്ത്രി It is for the people who voted for him who have to say, do they need this kind of a minister? You all should say. You are the people who voted for him. Do you want this person as a role model for your children, for yourself, for the society? Do you want this? എന്നുള്ളത് നിങ്ങൾ തന്നെയാ പറയണ്ടേ. Nineteenth March. CM-ന്റെ അടുത്ത ദിവസം തന്നെ അറിയിച്ചിരുന്നു. ഞാൻ റിട്ടേൺ കംപ്ലൈന്റ് കൊണ്ടുപോയപ്പം സ്വീകരിച്ചില്ല എന്നുള്ള കാര്യം ഷുവറായിട്ടും എന്റെ പെറ്റീഷനിൽ കാണും. ഞാനിപ്പോ ആകെ ചെയ്ത തെറ്റെന്ന് പറയുന്ന എല്ലാവരെയും ഇൻക്ലൂഡിങ് CM-നെ വിശ്വസിച്ചു. അവര് പറഞ്ഞത് അവരെനിക്ക് നടപ്പാക്കി തരും എന്ന് വിശ്വസിച്ചു. അത് മാത്രമേ ഉള്ളൂ എന്റെ ഒരു തെറ്റ്. പക്ഷെ ഇനിയെങ്കിലും എനിക്ക് എന്റെ പിള്ളേർക്ക് വേണ്ടി ഒരു സെക്യൂർ ഫ്യൂച്ചർ വേണം. എന്റെ അമ്മയൊത്ത്, എന്റെ പിള്ളേരൊത്ത് എനിക്കൊരു സമാധാനമായിട്ടുള്ള ഒരു ജീവിതം വേണം. എനിക്ക് എന്തൊക്കെയായിരുന്നാലും എനിക്ക് ജസ്റ്റിസ് വേണം. എനിക്ക് ആ ജസ്റ്റിസ് കിട്ടിയാലേ പറ്റൂ. എനിക്ക് ഇനി ഇവരെ നന്നായിട്ട് വളർത്തിക്കൊണ്ടുവരണം, നന്നായിട്ട് പഠിപ്പിച്ച് ഈ സൊസൈറ്റിയിൽ നല്ല സിറ്റിസൺസ് ആയിട്ട് എനിക്ക് വളർത്തിക്കൊണ്ടുവരണം. എനിക്കിതിനു വേണ്ടി ന്യായം കിട്ടിയാലേ പറ്റൂ. എന്നെ ഇങ്ങനെ ഡിഫെയിം ചെയ്യാൻ പറ്റില്ല.
ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ പിള്ളേര് പറയട്ടെ ഞാൻ എന്താണ് വീട്ടിൽ കാണിക്കുന്നതെന്ന്. അതെ, ഇത് അതിന്റെ ബാക്കി. ശരി, താങ്ക് യു. ചോദിച്ചിട്ടുണ്ട്. ഏത് ഭാഗത്തിന് ത്രെട്ട്? വിവാഹത്തിന് ശേഷമല്ല, വിവാഹത്തിന് ജസ്റ്റ് മുമ്പ് എൻ്റെ അച്ഛൻ്റെ ആക്സിഡന്റ് ആയിരുന്നു. എൻഗേജ്മെന്റിനും കല്യാണത്തിനും ഇടയ്ക്കായിരുന്നു. എനിക്ക് അതിനെ പറ്റിയൊന്നും പറയാനില്ല. അതിനെപ്പറ്റി ഇതേ റീസൺ എന്റെ പെറ്റീഷൻ, അന്നത്തെ പെറ്റീഷൻ എടുത്ത് നോക്കിയ ഇതേ റീസൺ, ഇതേ ഡൊമസ്റ്റിക് വയലൻസ്, ഇതേ ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ്, ഇതേ റീസൺ. അന്ന് എല്ലാവരും, അന്ന് ഞാൻ മുഖ്യമന്ത്രി ലെവൽ വരെ പോയിട്ടില്ല. അന്ന് എ കെ ആന്റണി ആയിരുന്നു മുഖ്യമന്ത്രി. അന്ന് മന്ത്രിയായി കഴിഞ്ഞിട്ടാണ് യുമയുടെ സെറ്റിൽമെന്റ്. അതെ, അത് അന്ന് ഇതേപോലെ മീഡിയേഷനും കാര്യങ്ങളും നടന്നു. അന്ന് എന്റെ ഈ മോന് വളരെ ചെറുതാ. അപ്പൊ എനിക്ക് തോന്നി ഞാൻ എന്റെ മോന് വേണ്ടി ഞാൻ മാത്രമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പാടില്ല. എന്റെ മോന് രണ്ടുപേരും വേണം. അതിന്റെ കൂടെ അന്ന് എന്റെ കാൽക്കൽ വീണ് പറഞ്ഞു, എന്ത് വേണോ ചെയ്യാം, രാമിനി എന്റെ ജീവിതത്തിൽ തിരിച്ചു വരണം എന്ന് എന്റെ അടുത്ത് പറഞ്ഞ് ജസ്റ്റിസ് ശ്രീദേവിയും കൂടെ ഇരുന്ന് ഞങ്ങൾ ഒരു മീഡിയേഷനും ടോക്കും എല്ലാം കഴിഞ്ഞിട്ടാണ് അന്ന് തിരിച്ചുപോയത്. അന്ന് എനിക്ക് ഏറ്റവും വലിയ കൺസേൺ അന്നും എന്റെ ഈ മോനായിരുന്നു. ശരി, എന്റെ കുട്ടന് രണ്ടുപേരും ഉണ്ടായിരിക്കണം എന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ ഇപ്പം കുട്ടൻ തന്നെ ഇതെല്ലാം കണ്ടിട്ടിരിക്കുക. ഇപ്പൊ കുട്ടനെല്ലാം മനസ്സിലാക്കാൻ പറ്റും. മെച്യൂറാണ്, കാര്യങ്ങൾ മനസ്സിലാവും. എന്താ ശരി എന്താ തെറ്റെന്ന് മനസ്സിലാക്കുന്ന പ്രായമായി കഴിഞ്ഞു. ഇപ്പൊ സത്യം പറഞ്ഞ കുട്ടനാണ് എന്റെ സപ്പോർട്ട്. അവര് പറയും മ്യൂച്വൽ സെറ്റിൽമെന്റ് ആയിരുന്നല്ലോ ഈ എഗ്രിമെന്റ്. ആ എഗ്രിമെന്റ് വയലേറ്റ് ചെയ്തിരിക്കുകയല്ലേ? ആ എഗ്രിമെന്റ് പോലും വയലേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇനി മ്യൂച്വൽ സെറ്റിൽമെന്റ് ആയിരുന്നെങ്കിൽ മ്യൂച്വലിന്റെ പേപ്പേഴ്സ് നമ്മൾ ഇന്നലെ സൈൻ ചെയ്യേണ്ടതായിരുന്നു.